ഓ കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ പാസതാം പുരതോ മമാം. എല്ലാ സുഹൃത്തുക്കൾക്കും എന്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധ അഥ ചതുഷ്പഞ്ചാശത്തമോധ്യായ. ഇന്ന് 54-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 20 വരെയുള്ള ശ്ലോകങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ശ്രീകൃഷ്ണൻ രുക്മിണിയെ അപഹരിച്ചു കൊണ്ടുപോയപ്പോൾ ജരാസന്ധൻ തുടങ്ങിയ മറ്റു രാജാക്കന്മാർ അവരുടെ പിന്നാലെ പോയി. അവർ ശരവർഷം തുടങ്ങി. ബലരാമനും യാദവ സൈന്യങ്ങളും അവരുടെ സൈന്യങ്ങളെല്ലാം നശിപ്പിക്കുന്നു. ജരാസന്ധൻ തുടങ്ങിയ രാജാക്കന്മാർ പിന്തിരിഞ്ഞ് ഓടി. അവർ ശിശുപാലനെ ചെന്ന് സമാധാനിപ്പിക്കുന്നു. ഇപ്പോ കാലം നമുക്ക് അനുകൂലമല്ല, അതുകൊണ്ടാണ് നമുക്ക് തോൽവി സംഭവിച്ചത്. ശിശുപാലനും സംഘവും സ്വരാജ്യത്തേക്ക് മടങ്ങി. മറ്റു രാജാക്കന്മാരെല്ലാവരും അവരവരുടെ രാജ്യത്തേക്ക് മടങ്ങി. രുക്മിണിയുടെ സഹോദരനായ രുക്മി ഒരു പ്രതിജ്ഞ എടുത്തു. അതായത് കൃഷ്ണനെ കൊല്ലാതെയും രുക്മിണിയെ വീണ്ടെടുത്ത് കൊണ്ടുവരാതെയും ഞാൻ ഇനി കുണ്ടിനത്തിലേക്ക് പ്രവേശിക്കുകയില്ല. ഇത്രയും ഭാഗമാണ് നമുക്കിന്ന് ചർച്ച ചെയ്യേണ്ടത്. ഓ നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 1. ശ്രീശുഭവാച ഇതി സർവേ സുസംരപ്ത വാഹനാരുഹ്യ ദംശിതാഃ സ്വർസ്വർബലൈ പരിക്രാന്ത അന്യയുർ ധൃതകാർമുകാഃ. ഇതി സർവേ സുസംരപ്ത. ഇതി ഇപ്രകാരം എല്ലാവരും സുസംരപ്ത ഏറ്റവും ദേഷ്യപ്പെട്ടവരായി. അപ്പോൾ കൃഷ്ണൻ രുക്മിണിയെ അപഹരിച്ച് കൊണ്ടുപോയപ്പോൾ മറ്റ് രാജാക്കന്മാർക്കെല്ലാം ദേഷ്യമായി. അവരെല്ലാം നോക്കി നിൽക്കുകയാണ് കൃഷ്ണൻ വന്ന് രുക്മിണിയെ രഥത്തിൽ കയറ്റിക്കൊണ്ടുപോയത്. വാഹാൻ ആരുഹ്യ ദംശിതാഹ സന്നദ്ധരായി സ്വസ്വൈ അവരവരുടെ ബലൈ സൈന്യങ്ങളാൽ പരിക്രാന്ത പരിവൃതരായി ധൃതകാർമുക ധരിക്കപ്പെട്ട വില്ലുകളോടുകൂടി വാഹാൻ വാഹനങ്ങളെ ആരുഹ്യ കയറിയിട്ട് അന്യയൂഹു അവരെ പിന്തുടർന്നു. അപ്പൊ രാജാക്കന്മാരെല്ലാം എന്ത് ചെയ്തു? അവരവരുടെ വാഹനങ്ങൾ കയറി സൈന്യങ്ങളെല്ലാം ശേഖരിച്ച്, സൈന്യങ്ങളെല്ലാം അവിടെ തന്നെ ഉണ്ടല്ലോ, അവര് നേരെ കൃഷ്ണന്റെ പിന്നാലെ തിരിച്ചു. ഇത് സർവേസു സംരപ്ത വാഹനാരുഹ്യ ദംശിതാഃ സ്വസബലൈ പരിക്രാന്ത അന്യയോർധൃത കാർമുകാഃ. ശ്ലോകം 2. താൻ ആപതത ആലോക്യ യാദവാനീകയൂതപാഃ തസ്തു തത്സമ്മുഖാ രാജൻ വിസ്ഫൂർജ സ്വധനൂംഷിസ്തേ. താൻ ആപതത ആലോക്യ യാദവ ആനീകയൂഥപ തസ്തു തത് സമ്മുഖ രാജൻ ഹേ രാജാവേ യാദവാനീകയൂഥപ യാദവ സൈന്യനാഥന്മാരായ തേ അവർ ആപതത നേരിട്ട് വരുന്ന താൻ അവരെ, അതായത് ജരാസന്ധനെയും സൈന്യങ്ങളെയും നേരിട്ട് വരുന്നത് ബലരാമനും യാദവ സൈന്യങ്ങളെല്ലാം കണ്ടു. അവർ കണ്ടിട്ട് ആലോക്യ കണ്ടിട്ട് സ്വധനൂംഷി തങ്ങളുടെ വില്ലുകളെ വിസ്ഫൂർജ്യ ശബ്ദിപ്പിച്ചിട്ട് തത്സമ്മുഖ അവരവരുടെ എതിർമുഖരായി തസ്തുതോ സ്ഥിതി ചെയ്തു. അപ്പൊ ഈ ജരാസന്ധന് സൈന്യങ്ങൾ ഓടി വരുന്നത് കണ്ട് തന്നെ ഇവരെന്ത് ചെയ്തു? വില്ലില് ഞാണെടുത്ത് വലിച്ച് ടങ്കാര ശബ്ദം പുറപ്പെടുവിച്ച് അവരെ എതിരിട്ട് നിൽക്കുകയാണ്. താനാപതത ആലോക്യ യാദവാനീകയൂതപാഃ തസ്തു തത്സമ്മുഖ രാജൻ വിസ്ഫൂർജ്യ സ്വധനൂംഷിതേ.
ശ്ലോകം 3. അശ്വപൃഷ്ടേ ഗജസ്കന്ധേ രഥോപസ്ഥേ ച കോവിദാഃ മുമുജുശരവർഷാണി മേഘ അദൃശ്വോ യഥാ. അശ്വപൃഷ്ടേ കുതിരപ്പുറത്തും, ഗജസ്കന്ധേ ആനയുടെ കഴുത്തിലും, രഥോപസ്ഥേ തേരിന്മേലിലും, കോവിദ സമർത്ഥന്മാരായവർ, അദൃശു പർവ്വതങ്ങളിൽ, മേഘങ്ങൾ, അപായത ജലങ്ങൾ എന്ന പോലെ, ശരവർഷാണി ശരവർഷങ്ങളെ മുമുജു മോചിപ്പിച്ചു. ആന, തേർ, കുതിര ഇവയിലിരുന്ന് യുദ്ധം ചെയ്യാൻ സമർത്ഥരായ ഭടന്മാർ മേഘങ്ങൾ പർവ്വതത്തിനു മീതെ ജലവർഷിക്കുന്നത് പോലെ. അപ്പോൾ മേഘം ജലത്തെ പർവ്വതത്തിന് മുകളിൽ വർഷിച്ചാലോ പർവ്വതത്തിന് യാതൊരു കുലുക്കവും ഉണ്ടാവില്ല. അപ്പൊ അതുപോലെയാണ് ഇവരെന്ത് ചെയ്തു, വർഷിക്കുന്നത് പോലെ, ഇഷ്ടംപോലെ മേഘം മഴ പെയ്യിക്കുന്നത് പോലെ ശത്രുക്കളുടെ മീതെ ശരവർഷങ്ങൾ മഴ പെയ്യുന്നത് പോലെ ആണ് വർഷിച്ചത്. എത്ര തന്നെ കാര്യമായിട്ട് മേഘങ്ങൾ പർവ്വതത്തിൽ വർഷിച്ചാലും ജലപാത നിമിത്തം പർവ്വതത്തിന് കോട്ടം തട്ടാത്തതുപോലെ ഈ ഭടന്മാരുടെ ശരവർഷം കൃഷ്ണപക്ഷക്കാരെ നശിപ്പിക്കാൻ സമർത്ഥങ്ങളായില്ല. അപ്പോൾ അവര് ജരാസന്ധനും എല്ലാവരും കൂടെ വന്ന് ശരവർഷം തന്നെ കൃഷ്ണനും ബലരാമനും സൈന്യത്തിനും വംശക്കാർക്കെതിരെ നടത്തിയെങ്കിലും അതെങ്ങനെയായിരുന്നു? അതായത് പർവ്വതത്തിന്റെ മുകളിൽ മഴ പെയ്താൽ പർവ്വതത്തിന് കോട്ടം തട്ടാത്തതുപോലെ ഇവർക്ക് യാതൊരു കോട്ടവും സംഭവിച്ചില്ല. അശ്വപൃഷ്ട ഗജസ്കന്ധേ രഥോപസ്ഥേ ച കോവിദ മുമുജുശരവർഷാണി മേഘാദൃശ്വോ യഥാ. ശ്ലോകം 4. പത്തുർബലം ശരാസാരൈ ഛന്നം വീക്ഷ്യ സുമധ്യമാ സവ്രീഡം ഐക്ഷത് തദ്വക്ത്രം ഭയവിഹ്വല ലോചന. പത്തുഹു ബലം ശരാസാരൈഹി ഛന്നം വീക്ഷ്യ സുമധ്യമ സവ്രീഡം ഐക്ഷത് തദ് വക്ത്രം ഭയ വിഹ്വല ലോചന. സുമധ്യമ സുന്ദരി, പത്യുഹു ഭർത്താവിന്റെ ബലം സൈന്യം, ശരാസാരൈ ശരവർഷങ്ങളാൽ ഛന്നം മൂടപ്പെട്ടതായി വീക്ഷ കണ്ടിട്ട്, അപ്പൊ നോക്കിയപ്പോ യദുക്കളുടെ നേരെ മൊത്ത ശരവർഷം തന്നെ ജരാസന്ധനും സൈന്യങ്ങളും അയച്ച ശരങ്ങൾ കൊണ്ട് മൂടിയപ്പോൾ ഭയവിഹ്വല ലോചന ഭയത്താൽ പരവശമായ നേത്രങ്ങളോടുകൂടിയവളായിട്ട് രുക്മിണി വക്ത്രം പത്രമുഖത്തെ സവ്രീഡം ലജ്ജയോടുകൂടി ഐക്ഷത് നോക്കി. അപ്പൊ രുക്മിണിക്ക് ആകെ പ്രയാസമായി. അപ്പോൾ ഇവരുടെ നേരെ ഈ ശരവർഷം കണ്ടപ്പോൾ രുക്മിണി ആകെ പേടിച്ചു പോയി. എന്നിട്ട് ഭർത്താവിന്റെ മുഖത്തേക്ക്, കൃഷ്ണന്റെ മുഖത്തേക്ക് രുക്മിണി ലജ്ജയോടുകൂടി നോക്കി. പത്തിർബലം ശരാസാരൈ ഛന്നം വീക്ഷസു മധ്യമാ സവ്രീഡം ഐക്ഷത് തദ്വക്ത്രം ഭയവിഹ്വല ലോചനാം. ശ്ലോകം 5. പ്രഹസ്യ ഭഗവാനാഹ മാസ്മഭൈർവാമലോചനേ വിനക്ഷ്യത്യ അധുനൈ ഏവ താവകൈശാത്രവം ബലം. പ്രഹസ്യ ഭഗവാൻ ആഹ മാസ്മ ഭൈഹി വാമലോചനേ വിനിക്ഷ്യതി അധുന ഏവ ഏതത് താവത് ശാത്രവം ബലം. വാമലോചനേ സുന്ദരി, മനോഹരമായ കണ്ണുകളോടുകൂടിയവളെ, മാ ഭൈഹി നീ പേടിക്കണ്ട, ഇതൊന്നും കണ്ട് നീ ഭയപ്പെടരുത്. അധുന ഏവ ഇപ്പോൾ തന്നെ, താവകൈഹി നിന്റെ സംബന്ധികളായ ഈ സൈന്യങ്ങളെ കൊണ്ട്, ഏതത് ശാത്രവം ബലം ഈ ശത്രു സൈന്യം വിനിക്ഷ്യതി നശിക്കും. നീ ഇത് കണ്ട് പേടിക്കണ്ട, ഇപ്പൊ തന്നെ ആ ശത്രു സൈന്യത്തെ ഞങ്ങള് നശിപ്പിക്കും എന്ന് പ്രഹസ്യ മന്ദഹസിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് ഭഗവാൻ ആഹ കൃഷ്ണൻ
രുക്മിണിയോട് പറഞ്ഞു, നീ ഭയപ്പെടുകയൊന്നും വേണ്ട, മാ ഭൈ, നീ ഭയപ്പെടണ്ട, ഇപ്പൊ തന്നെ ഞങ്ങൾ ശത്രു സൈന്യത്തെ ഒടുക്കുന്നുണ്ട് എന്ന് നിസ്സാരഭാവത്തോടെ കൃഷ്ണൻ പറഞ്ഞു. അപ്പോൾ ശത്രു സൈന്യത്തെ കണ്ടാലും ഭഗവാൻ ഇതൊക്കെ ഒരു നിസ്സാര, എല്ലാം ഭഗവാന് കളിയായിട്ടാണല്ലോ ചെയ്യുന്നത്. പ്രഹസ്യ ഭഗവാനാഹ മാസ്മഭൈർവാമലോചനെ വിനിക്ഷ്യതി അധുനൈവേത് താവകൈശാത്രവംബലം. ശ്ലോകമാണ്. തേഷാം തദ്വിക്രമം വീര ഗതസംഘർഷണാദയഃ അമൃഷ്യമാണ നാരാജൈർ ജഘ്നുർ ഖയഗജാൻ രഥാൻ. തേഷാം തദ്വിക്രമം വീര ഗതസംഘർഷണാദയഃ അമൃഷ്യമാണ നാരാജൈഃ ജഘ്നുർ ഖയഗജാൻ രഥാൻ. വീരാഹ, ശൂരന്മാരായ ഗതസംഘർഷണാദയ, ഗതൻ, സംഘർഷണൻ തുടങ്ങിയവർ, തേഷാം, അവരുടെ, തദ്വിക്രമം, ആ വിധമുള്ള ആക്രമണത്തെ, അമൃഷ്യമാണ്, സഹിക്കാത്തവരായിട്ട്, നാരാജൈഹി, ബാണങ്ങൾ കൊണ്ട്, ഹയഗജാൻ, ഹയ കുതിര, ഗജാൻ ആന, ആനകളെയും രഥാൻ തേരുകളെയും ജഘ്നു ഹനിച്ചു. അപ്പൊ ശത്രു സൈന്യത്തെ ഇങ്ങനെ ശരവർഷം അയച്ചപ്പോൾ ബലരാമനും ഗദനും കൂടെ എന്ത് ചെയ്തു? പിന്നെ നോക്കി നിന്നില്ല. അവരും എല്ലാം ബാണങ്ങൾ പ്രയോഗിച്ച് കുതിരകളെയും ആനകളെയും തേരുകളെയും എല്ലാം നശിപ്പിച്ചു. തേഷാം തദ്വിക്രമം വീര ഗതസംഘർഷണാദയ അമൃഷ്യമാണ നാരാജൈർ ജഗ്നുർഹയ ഗജാൻ രഥാൻ. ശ്ലോകം 7. പേതുശിരാംസി രഥീനാം അശ്വിനാം ഗജിനാം ഭുവി സകുണ്ടല കിരീടാനി സൂഷ്ണീഷാണി ചകോടിശകാം. പേതുഹു ശിരാംസി രഥിനാം അശ്വിന, രഥിനാം തേരിൽ ഇരിക്കുന്നവരുടെയും, അശ്വിനാം കുതിരകളിൽ ഇരിക്കുന്നവരുടെയും, ഗജിനാം ആനകളിൽ ഇരിക്കുന്നവരുടെയും, സകുണ്ടല കിരീടാനി കുണ്ടലങ്ങളെയും കിരീടങ്ങളോട് കൂടിയവയും, സോഷ്ണിഷാണി തലയിൽ കെട്ടിയ വസ്ത്രങ്ങളോട് കൂടിയവയുമായി, ശിരാംസി ശിരസുകൾ, കോടിശ അസംഖ്യമായിട്ട് ഭൂമിയിൽ പേതു പതിച്ചു. അപ്പൊ ബലരാമനും ഗദനും കൃഷ്ണന്റെ യാദവ സൈന്യങ്ങളൊക്കെ അയച്ച അമ്പുകൊണ്ട് ആന, കുതിര, തേര് എന്നീ വാഹനങ്ങളിൽ ഇരുന്ന് യുദ്ധം ചെയ്യുന്നവരുടെ കിരീട കുണ്ടല സഹിതമായ ശിരസുകൾ എല്ലാ അസ്ത്രങ്ങൾ കൊണ്ട് മുറിഞ്ഞ് അസംഖ്യം ഭൂമിയിൽ വീണു. പേതുശിരാംസി രഥിനാം അശ്വിനാം ഗജിനാം ഭുവി സകുണ്ടല കിരീടാനി സോഷ്ണീഷാണി ചകോടിശകാം. ശ്ലോകം 8. ഹസ്താസ അസിഗതേശ്വാസ കരഭാവൂരവോംഘ്രയ അശ്വാശ്വതര നാഗോഷ്ട്ര ഖരമർത്യ ശിരാംസി ച. ഹസ്താഹ സ അസി ഗദ ഇശ്വാസ, ഗദ ഇശ്വാസ ഇശ്വാസാഹ കരഭ ഊരവോഹോ ഊരവഹ അംഘ്രയഃ അശ്വതര നാഗ ഉഷ്ട്ര ഖര മർത്യ ശിരാംസി ച. ഹസ്താഹ കൈകളും, ഏതോ ഉള്ള കൈകള്, സാ അസി ഗദ, അസി എന്ന് വെച്ചാൽ വാൾ, ഗദ, ഇശ്വാസം ച വില്ല്, അപ്പൊ വാൾ, ഗദ, വില്ല് ഇവയോടുകൂടിയ കൈകളും, കരഭ കൈപ്പടങ്ങൾ, ഊരവഹ തുടകൾ, അംഗ്രയ കാൽപടങ്ങൾ, അശ്വതര നാഗ ഉഷ്ട്ര ഖരമർത്യ ശിരാംസി. അശ്വ കുതിരകൾ, അശ്വതര എന്ന് പറഞ്ഞ കോവർ കഴുതകൾ, നാഗ ആനകൾ, ഉഷ്ട്ര ഒട്ടകങ്ങൾ, ഖര കഴുതകൾ, മർത്യശിരസി മനുഷ്യശിരസുകൾ, ഇതെല്ലാം തറയിൽ പതിച്ചു. അപ്പൊ വാളുകൾ, ഗദകൾ, വില്ലകൾ ഇവയോട് കൂടിയ കൈകള്, കൈപ്പത്തികള്, തുട, കാലടികള്, കുതിര, എല്ലാ വാഹനങ്ങളും, കാലാൽപ്പട അവളുടെ എല്ലാം തലകൾ
ഓരോന്നായിട്ട് അറ്ററ്റ് കൈകളും തലകളും കാലുകളും തുടകളും ഒക്കെ അറ്ററ്റ് തറയിൽ വീണു. ഹസ്ത സാസികദേശ്വാസ കരഭ ഊരവോ അംഘ്രയ അശ്വാശ്വതര നാഗോഷ്ട്ര ഖരമർത്യ ശിരാംസിച്ച. ശ്ലോകം 9. ഹന്യമാന ബലാനീക വൃഷ്ണിഭിർജയ കാംക്ഷിഭിഃ രാജാനോ വിമുഖാ ജഗ്മുർ ജരാസന്ധ പുരസ്സരാഹ. ഹന്യമാന ബലാനീക വൃഷ്ണിഭി ജയകാംക്ഷിഭിഃ. ജയകാംക്ഷിഭിഃ ജയത്തെ ആഗ്രഹിക്കുന്നവരായ വൃഷ്ണികളാൽ യദുക്കളാൽ ഹന്യമാന ബലാനീക ഹനിക്കപ്പെട്ട സൈന്യങ്ങളോടുകൂടിയ ജരാസന്ധ പുരസര ജരാസന്ധൻ മുതലായ രാജാക്കന്മാർ മുഖം തിരിച്ചവരായിട്ട് ഗമിച്ചു. അപ്പൊ ഇങ്ങനെ സൈന്യങ്ങളെല്ലാം നശിച്ചപ്പോൾ ജരാസന്ധനും മറ്റു രാജാക്കന്മാരും എന്ത് ചെയ്തു? തിരിഞ്ഞു നിൽക്കാതെ അവര് പിന്തിരിഞ്ഞു ഓടി. ഇനി നിന്നാ രക്ഷയില്ല എന്ന് മനസ്സിലായി അവർ പിന്തിരിഞ്ഞു ഓടി. ഹന്യമാന ബലാനീക വൃഷ്ണിഭിർജയ കാംക്ഷിഭിഃ രാജാനോ വിമുഖാ ജഗ്മുർ ജരാസന്ധ പുരസരാഹ. ശ്ലോകം 10. ശിശുപാലം സമേഭേത്യ ഹൃദധാരമിവാതുരം നഷ്ടത്തിഷം ഗതോത്സാഹം ശുഷ്യദ്വദനമബ്രുവൻ. ശിശുപാലം സമേഭേത്യ ഹൃദധാരം ഇവാതുരം നഷ്ടത്തിഷം ഗതോത്സാഹം ശുഷ്യസ്വദനം അബ്രുവൻ. ഹൃദധാരം ഇവ അപഹരിക്കപ്പെട്ട ഭാര്യയോട് കൂടിയവൻ എന്ന പോലെ. അതായത് ശിശുപാലന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ഭാര്യയായിട്ട് വരുമെന്നുള്ളവളെ അപഹരിച്ചു കൊണ്ടുപോയി. അപ്പൊ അങ്ങനെ അപഹരിക്കപ്പെട്ട ഭാര്യയോട് കൂടിയവൻ എന്ന പോലെ ആതുരം ദുഃഖിതനും നഷ്ടദ്വിഷം നശിച്ച ശോഭയോട് കൂടിയവനും ഗതോ ഉത്സാഹ ശൂന്യനും ശുഷ്യവദനം ശുഷ്കിച്ച മുഖത്തോടു കൂടിയവനുമായ ശിശുപാലനെ സമഭേത്യ പ്രാപിച്ചിട്ട് അബ്രുവൻ പറഞ്ഞു. അപ്പൊ ജരാസന്ധൻ തോറ്റോടി ദുഃഖിച്ചിരിക്കുന്ന ശിശുപാലനോട് അപ്പൊ ഭാര്യ അപഹരിച്ചു കൊണ്ടുപോയി. പിന്നെ പോയ സൈന്യവും തോറ്റോടി പോന്നു. അപ്പൊ അങ്ങനെ ആകെ ദുഃഖിച്ച ശിശുപാലനെ സമാധാനിപ്പിച്ചുകൊണ്ട് ജരാസന്ധൻ പറയുകയാണ്. ശിശുപാലം സമഭ്യേത്യ ഹൃദധാരമിവാതുരം നഷ്ടദിശം ഗതോത്സാഹം ശുഷ്യദ്വദനം അബ്രുവൻ. ശ്ലോകം 11. ഭോ പുരുഷ ശാർദൂല ധൗർമനസ്യം ഇദം ത്യജ ന പ്രിയാ പ്രിയോ രാജൻ നിഷ്ഠാദേഹിഷു ദൃശ്യതേ. ഭോ പുരുഷ ശാർദൂല, ഹേ പുരുഷശ്രേഷ്ഠ, ഇദം ദൗർമനസ്യം, ഈ വിഷാദത്തെ ത്യജ, ഉപേക്ഷിച്ചാലും, രാജൻ, ഹേ രാജാവേ, പ്രിയ അപ്രിയോഹോ, പ്രിയത്തിന്റെയും അപ്രിയത്തിന്റെയും നിഷ്ഠാം സ്ഥിരത ദേഹിഷു, ദേഹികളിൽ ഞാൻ ദൃശ്യത കാണപ്പെടുന്നില്ല. അപ്പോ ജരാസന്ധൻ പറയണ, ഹേ പുരുഷശ്രേഷ്ഠ, ആഗ്രഹിച്ച ഭാര്യയെ ലഭിക്കാത്തത് കൊണ്ടുള്ള വിഷാദം നീ ഇപ്പോൾ ഉപേക്ഷിക്കണം. എന്തുകൊണ്ടെന്നാൽ സകല ദേഹികൾക്കും ചിലപ്പോൾ സുഖവും ചിലപ്പോൾ ദുഃഖവും വരും. അപ്പൊ സുഖവും ദുഃഖവും ഒരു നാണയത്തിന്റെ രണ്ട് തുട്ടുകൾ പോലെയാണ്, അല്ലെ? മനുഷ്യർക്ക് ഒരു സമയം സുഖമായിരുന്നാൽ ഒരു സമയം ദുഃഖമായിരിക്കും. അത് ലോക സ്വഭാവമാണ്. സുഖമോ ദുഃഖമോ എപ്പോഴും ഒരേ വിധത്തിൽ സ്ഥിരമായിരിക്കുന്ന പതിവ് കാണപ്പെടുന്നില്ല. ഒരാൾക്ക് എന്നും സുഖം തന്നെ, അല്ലെങ്കിൽ ഒരാൾക്ക് എന്നും ദുഃഖം തന്നെ എന്നുള്ള രീതി ഈ ലോകത്ത് കാണപ്പെടുന്നില്ല. അതിനാൽ ഇപ്പോൾ നേരിട്ട ദുഃഖത്തെ കാര്യമായി കരുതാതെ ഇരിക്കണം. അപ്പോൾ ഇപ്പൊ നമുക്ക് ദുഃഖം നേരിട്ടു, ഇനിയിപ്പോ ഇത് നമ്മുടെ കാലം നമുക്ക് അനുകൂലമല്ല, അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറഞ്ഞ് ജരാസന്ധൻ ശിശുപാലനെ സമാധാനിപ്പിക്കുകയാണ്. ഭോ പുരുഷ ശാർദൂല ദൗർമനസ്യമിതം ത്യജ ന പ്രിയാ പ്രിയോ രാജൻ നിഷ്ഠാദേഹിഷു ദൃശ്യതേ. ശ്ലോകം 12. യഥാ ദാരുമയീ യോഷേത് നൃത്യതേ കുഹകേച്ഛയാ
ഏവമീശ്വരതന്ത്രോയം ഈഹതേ സുഖദുഃഖയോः യഥാ ദാരുമയീ യോഷിത് നൃത്യതേ കുഹക ഇച്ഛയാ ഏവം ഈശ്വരതന്ത്രഃ അയം ഈഹതേ സുഖ ദുഃഖയോः. ദാരുമയി മരം കൊണ്ടുണ്ടാക്കിയ യോഷിത് സ്ത്രീ, കുഹക ഇച്ഛയ നർത്തകന്റെ ആഗ്രഹത്താൽ, യഥാ നൃത്യത ഏതുവിധം നൃത്തം ചെയ്യുന്നു, അതായത് കളിപ്പിക്കുന്നവന്റെ ഇഷ്ടം പോലെ മരപ്പാവ, ഒരാൾ ഒരു യന്ത്രത്തിലെ മരപ്പാവ വച്ച് കറക്കുന്നത് പോലെ ഒരാൾ എങ്ങനെ കറക്കുമോ അതനുസരിച്ച് മരപ്പാവയും കറങ്ങും. അതാണ് ഭഗവാൻ ഗീതയിൽ പറയും, ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി ഭാരത എന്ന് പറയും. എല്ലാ ഭൂതങ്ങളെയും യന്ത്രത്തിൽ പാവയെ കറക്കുന്നത് പോലെയാണ് ഞാൻ കറക്കുന്നത് എന്ന് ഭഗവാൻ ഗീതയിൽ പറയും. അതുപോലെ ഇവിടെ യന്ത്രത്തിൽ ഒരു മരപ്പാവകളെ യന്ത്രത്തിൽ വെച്ച് കറക്കുന്നത് പോലെയാണ് ഭഗവാൻ എന്ത് ചെയ്യുന്നു, ഭ്രാമയൻ സർവഭൂതാനി, സർവേശ്വരന്റെ ഇഷ്ടമനുസരിച്ച് ഭഗവാനും ഇതുപോലെ നമ്മളെ സംസാരത്തിൽ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. ജീവനും സുഖദുഃഖ വിഷയങ്ങളിൽ വർത്തിക്കുന്നു. ഈശ്വരതന്ത്രഃ ഏവം ഇപ്രകാരം ഈശ്വരതന്ത്രഃ ഈശ്വരന്റെ അധീനത്തിലിരിക്കുന്ന അയം ഇവൻ, ഈ ലോകം സുഖദുഃഖയോഹോ സുഖദുഃഖങ്ങളിൽ ഈഹതേ ചേഷ്ടിക്കുന്നു. അപ്പൊ ജീവനും സുഖ ദുഃഖ വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നു. ജീവന്റെ ജന്മാന്തര കർമ്മഫല നിമിത്തം ചിലപ്പോൾ ദുഃഖമുണ്ടാകും, അതുപോലെ ചിലപ്പോൾ സുഖമുണ്ടാകും. ജീവസാമർഥ്യത്താൽ സുഖമുണ്ടാകുകയാണെങ്കിൽ ദുഃഖം ആരുടെ സാമർഥ്യത്താൽ ഉണ്ടാകുന്നു? തനിക്ക് ദുഃഖം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർ ലോകത്തിൽ ആരുമില്ല, അല്ലേ? പിന്നെ എങ്ങനെയാണ് ദുഃഖം ഉണ്ടാകുന്നത്? കർമ്മഫലദോഷം. ആകയാൽ ദുഃഖഹേതുക്കളായ അവസാനിക്കുന്ന വ്യാപാരങ്ങളിൽ ജീവൻ ഏർപ്പെടുന്നതായി കാണപ്പെടുകയാൽ ജീവൻ തീരെ പരവശനാകുന്നു, സ്വതന്ത്രനല്ലെന്ന് തെളിയുന്നു. അപ്പോൾ നമ്മുടെ കർമ്മവാസന അനുസരിച്ച് നമുക്ക് സുഖവും ദുഃഖവും എല്ലാം ഉണ്ടാകും. അത് അനുഭവിച്ചേ പറ്റൂ. താൻ ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുക എന്നേ വരൂ. ഭഗവാൻ എന്ത് ചെയ്യുന്നു? ഭ്രാമയൻ സർവഭൂതാനി, എല്ലാ ഭൂതങ്ങളെയും ഇങ്ങനെ കറക്കിക്കൊണ്ടേയിരിക്കുകയാണ്. യഥാ ദാരുമയീ യോഷിത് നൃത്യതേ കുഹേച്ഛയാ ഏവം ഈശ്വരതന്ത്രോയം ഈഹതേ സുഖദുഃഖയോः. ശ്ലോകം 13. ശൗരേ സപ്തദശാഹം വൈ സംയുഗാനി പരാജിതഃ ത്രയോവിംശതിഭിः സൈന്യൈർ ജിഹ്യയേകമഹം പരം. ശൗരേഃ സപ്തദശ അഹം വൈ സംയുഗാനി പരാജിതഃ ത്രയോവിംശതിഭിः സൈന്യൈः ജിഗ്യ ഏകം അഹം പരം. അഹം വൈ, ഞാൻ തന്നെ, ജരാസന്ധം പറയാണ്, ഞാൻ തന്നെ ശൗരേഹ കൃഷ്ണനിൽ നിന്ന് ത്രയോവിംശതിഭി 23 സൈന്യ അക്ഷൗണികളോടുകൂടി സപ്തദശ സംയുഗാനി 17 യുദ്ധങ്ങളിൽ ജരാസന്ധൻ 17 പ്രാവശ്യം 23 അക്ഷൗണികളുമായി കൃഷ്ണന്റെ അടുത്ത് യുദ്ധം ചെയ്യാൻ വന്നു. അപ്പോൾ കൃഷ്ണൻ അവരെ എല്ലാം തോൽപ്പിച്ചു, തോൽപ്പിക്കപ്പെട്ടു. ഏകം പരം, ഒന്ന് മാത്രം അഹം, ഞാൻ ജയിച്ചു. 18ാമത് ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഭഗവാൻ വിചാരിച്ചു, ഇവൻ ഇപ്പൊ ഒരു പ്രാവശ്യത്തേക്ക് ജയിച്ചു കൊള്ളട്ട്, ഇവനെ ഇപ്പൊ കൊല്ലണ്ട, ഇവനെ കൊല്ലേണ്ടത് ഞാനല്ല, അത് ഭീമനാണെന്ന് വിചാരിച്ച് 18ാമത്തെ പ്രാവശ്യം എന്ത് ചെയ്തു? ഭഗവാൻ അങ്ങ് ദ്വാരകയിലേക്ക് പിന്തിരിഞ്ഞു ഓടി. യവനെയൊക്കെ കൊന്നിട്ട് വന്നപ്പോൾ ജരാസന്ധൻ 18ാമത് കൊണ്ടുവന്നപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ആ ജരാസന്ധനോട് യുദ്ധത്തിന് നിൽക്കാതെ പിന്തിരിഞ്ഞു ദ്വാരകയിലോട്ട്, മുകളിലോട്ട്. നേരത്തെ പറഞ്ഞു പർവ്വതത്തിന്റെ മുകളിലോട്ട് കയറിയെന്ന് പറഞ്ഞു. അപ്പോൾ അവര് തീയിട്ടപ്പോൾ അവര് മരിച്ചു എന്ന് വിചാരിച്ച് അവര് തിരിച്ചുപോയി. ഭഗവാൻ നേരെ ദ്വാരകയിലോട്ടാണ് പോയത്. അങ്ങനെ 18ാമത്തെ പ്രാവശ്യം ജരാസന്ധൻ പറയുകയാണ്, 17 പ്രാവശ്യവും ഞാൻ തോറ്റു, പക്ഷെ 18ാമത്തെ പ്രാവശ്യമാണ് എനിക്ക് ജയം കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് ഒരിക്കൽ തോറ്റുപോയെന്ന് പറഞ്ഞ് പ്രയാസപ്പെടേണ്ട കാര്യമില്ല. അപ്പൊ ജയവും തോൽവിയും എല്ലാം ദൈവദത്തമാണ്. ശൗരേ സപ്തദശാഹം വൈ സംയുഗാനി പരാജിതഃ ത്രയോവിംശതിഭിः സൈന്യൈർ ജിഹ്യ ഏകമഹം പരം.
ശ്ലോകം 14. തഥാപ്യഹം ന ശോചാമി ന പ്രഹൃഷ്യാമി കർഹിചിത് കാലേന ദൈവയുക്തേന ജാനൻ വിദ്രാവിദം ജഗത്. തഥാ അപി അഹം ന ശോചാമി ന പ്രഹൃഷ്യാമി കർഹിചിത് കാലേന ദൈവയുക്തേന ജാനൻ വിദ്രാവിദം ജഗത്. തഥാപി എങ്കിലും അഹം ഞാൻ ദൈവയുക്തേന ഈശ്വരനാൽ പ്രേരിതമായിരിക്കുന്ന കാലേന കാലത്താൽ ജഗത് ലോകം വിദ്രാവിധം ഓടിക്കപ്പെടുന്നവനായി ജാനൻ അറിയുന്നവനായിട്ട്, അതായത് ഈ ലോകം ഈശ്വരനാൽ പ്രേരിതമായിരിക്കുന്ന കാലത്തെ അനുസരിച്ച് പ്രവർത്തിക്കുകയാണ്. എല്ലാം ഭഗവാന്റെ ഇച്ഛ പോലെ നടക്കുകയുള്ളൂ. അപ്പൊ കാലത്തിനനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചേ പറ്റൂ. കാലേന കാലത്താൽ ജഗത് ലോകം വിദ്രാവിധ ഓടിക്കപ്പെടുന്നതായി ജാനൻ അറിയുന്നവനായിട്ട് കർഹിജിത് ഒരിക്കലും ന ശോചാമി ദുഃഖിക്കുന്നില്ല, ന പ്രഹർഷ്യാമി സന്തോഷിക്കുന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ജയത്തിൽ സന്തോഷിക്കുകയും തോൽവിയിൽ ദുഃഖിക്കുകയും ഞാൻ ചെയ്യുന്നില്ല. എല്ലാം ഈശ്വര ഇച്ഛ പോലെ നടക്കൂ. അപ്പൊ ജരാസന്ധന് ഇപ്പൊ കാര്യം മനസ്സിലായി. തഥാപ്യഹം ന ശോചാമി ന പ്രഹർഷ്യാമി കർഹിചിത് കാലേന ദൈവയുക്തേന ജാനൻ വിദ്രാവിദം ജഗത്. ശ്ലോകം 15. അധുനാപി വയം സർവേ വീരയൂഥപയൂഥപാഹ പരാജിത ഫൽഗുതന്ത്രൈർ യദുഭി കൃഷ്ണപാലിതൈഃ. അധുന അപി ഇപ്പോഴും വീരയൂഥപ വീരന്മാരായ സൈന്യനാഥന്മാർക്കും നാഥന്മാരായ സർവേ വയം നമ്മളെല്ലാവരും ഫൽഗുതന്ത്രൈ അല്പസൈന്യങ്ങളോട് കൂടിയവരും കൃഷ്ണപാലിതൈഹി കൃഷ്ണനാൽ രക്ഷിക്കപ്പെടുന്നവരുമായ യദുഭി യദുക്കളാൽ പരാജിത തോൽപ്പിക്കപ്പെട്ടവരായി. അപ്പൊ ഇപ്പോ കാലത്തിന്റെ പ്രേരണ കൊണ്ട് കൃഷ്ണനാൽ സംരക്ഷിക്കപ്പെടുന്ന അല്പസൈന്യമുള്ള യദുക്കൾ, പക്ഷെ അവരെന്ത് ചെയ്തു? നമ്മളെല്ലാം തോൽപ്പിച്ചു. ഇത് അവരുടെ സാമർഥ്യമോ നമ്മളുടെ പോരായ്മയോ അല്ല, പിന്നെ എന്താണ്? കാലഭേദമാണെന്ന് മാത്രം വിചാരിച്ചാൽ മതി. അധുനാപി വയം സർവേ വീരയോധപയൂഥപാഹ പരാജിത ഫൽഗുതന്ത്രൈർ യദുഭി കൃഷ്ണപാലിതൈഃ. ശ്ലോകം 16. രിപവോ ജിഗുർ അധുനാ കാല ആത്മാനുസാരിണി തഥാ വയം വിജേഷ്യാമോ യഥാ കാലപ്രദക്ഷിണഃ. രിപവഃ ജിഗുഃ അധുനാ കാല ആത്മാ അനുസാരിണി തഥാ വയം വിജേഷ്യാമഃ യഥാ കാലഃ പ്രദക്ഷിണഃ. അധുന ഇപ്പോൾ രിപവഃ ശത്രുക്കൾ കാലേ കാലം ആത്മാനുസാരിണി അവർക്ക് അനുകൂലമായിരിക്കുന്ന അവസരത്തിൽ, ഇപ്പൊ കാലം ആർക്കാണ് അനുകൂലം? കൃഷ്ണന്റെ പക്ഷക്കാർക്ക്, നമ്മുടെ ശത്രുക്കൾക്കാണ് അനുകൂലം. ജിഗു അതുകൊണ്ട് അവർ ജയിച്ചു. യഥാ എപ്പോൾ കാലഹ കാലം പ്രദക്ഷിണഃ നമുക്ക് അനുകൂലമാകുമോ തഥാ അപ്പോൾ വയം നമ്മൾ വിജയിഷ്യാമി നമ്മൾ വിജയിക്കും. ഇപ്പോ ശത്രുക്കൾക്കാണ് കാലം അനുകൂലം, അതുകൊണ്ട് അവർ ജയിച്ചു. ഇനി നമുക്ക് അനുകൂലമായി വരുമ്പോൾ നമ്മളും ജയിക്കും. രിപവോ ജിഹ്വർ അധുനാ കാലാത്മാനുസാരിണി തഥാ വയം വിജയിഷ്യാമോ യഥാ കാലപ്രദക്ഷിണഃ. ശ്ലോകം 17. ഏവം പ്രബോധിതോ മിത്രൈ ചൈദ്യോ അഗാത്സാനുഗപുരം ഹതശേഷ പുനസ്തേഭി യയുസ്വംസം പുരം നിർവാം. ഏവം പ്രബോധിതഃ മിത്രൈഃ ചൈദ്യഃ അഗാത് സാനുഗഃ പുരം ഹതശേഷാഃ പുനഃ തേ അപി യയുഃ സ്വം സ്വം പുരം നിർവാഹ. മിത്രൈഃ ബന്ധുക്കളാൽ ഏവം ഇപ്രകാരം പ്രബോധിതഃ പ്രകർഷേണ ബോധിപ്പിക്കപ്പെട്ട ചൈദ്യഃ ശിശുപാലൻ സാനുക അകമ്പടികളോടുകൂടി പുരം സ്വരാജ്യം അഗാത് പ്രാപിച്ചു. അങ്ങനെ ജരാസന്ധൻ ആശ്വസിപ്പിച്ചപ്പോൾ എല്ലാം ബോധ്യപ്പെട്ട ശിശുപാലൻ തന്റെ അകമ്പടിയോടുകൂടി തന്റെ രാജ്യത്തിലേക്ക് പോയി. പുനഃ പിന്നെ ഹതശേഷ കൊല്ലപ്പെട്ടത് കഴിച്ചു ബാക്കിയുള്ള തേ നിർവാഹാഭി ആ രാജാക്കന്മാരും സ്വം സ്വം പുരം അവരവരുടെ രാജ്യത്തെ യയു പ്രാപിച്ചു. അപ്പൊ പിന്നെ ജരാസന്ധ തുടങ്ങിയ മറ്റ് രാജാക്കന്മാർ അവിടെ കുറെ സൈന്യമൊക്കെ പോയി, ശേഷിച്ച സൈന്യങ്ങളുമായി അവരവരുടെ രാജ്യത്തെ പ്രാപിച്ചു.
ഏവം പ്രബോധിതോ മിത്രൈ ചൈത്യോഗാത്സാനുഗപുരം ഹതശേഷ പുനസ്തേവി യയുസ്വംസം പുരം നൃപാം. ശ്ലോകം 19. രുക്മി അമർഷി സുസംരബ്ധ ശുണ്വത സർവഭൂഭുജാം പ്രതിജജ്ഞേ മഹാബാഹുർ ദംശിതാ സ ശരാസനഃ. രുക്മി അമർഷി സുസംരബ്ധ. അമർഷി സഹിക്കാത്തവനും, സുസംരബ്ധ ഏറ്റവും ക്രോധിച്ചവനും, മഹാബാഹു നീണ്ട കൈകളോട് കൂടിയവനുമായ രുക്മീഹി. രുക്മി ദംശിത കവചം ധരിച്ചവനും, സശരാസന വില്ലെടുത്ത് പിടിച്ചവനുമായിട്ട് സർവഭൂഭുജം സകല രാജാക്കന്മാരും ശുണ്വത കേൾക്കെ പ്രതിജ്ഞ ചെയ്തു. അപ്പോ ഇതൊക്കെ കേട്ട് രുക്മിക്ക് ആകെ ദേഷ്യമായി. രുക്മി എന്ത് ചെയ്തു? ആ പടച്ചട്ടയൊക്കെ ഇട്ടു വില്ലെടുത്ത് പിടിച്ചുകൊണ്ട് എല്ലാവരും കേട്ടു നിൽക്കുകയും ഒരു പ്രതിജ്ഞ ചെയ്യുകയാണ്. രുക്മി അമർഷി സുസംരത്ത ശുണ്വതാം സർവഭൂഭുജാം പ്രതിജജ്ഞേ മഹാബാഹുർ ദംശിത സശരാസനഃ. ശ്ലോകം 20. അഹത്വാ സമരേ കൃഷ്ണം അപപത്യൂഹ്യ ച രുക്മിണീം കുണ്ടിനം ന പ്രവേക്ഷ്യാമി സത്യമേതത് ബ്രവീമി വഹാം. അഹത്വാ സമരേ കൃഷ്ണം അപ്രത്യൂഹ്യ ച രുക്മിണീം കുണ്ടിനം ന പ്രവേക്ഷ്യാമി സത്യം ഏതത് ബ്രവീമി വഹ. സമരേ യുദ്ധത്തിൽ കൃഷ്ണനെ അഹത്വ കൊല്ലാതെയും രുക്മിണിയെ അപഹത്യൂഹ്യ അപ്രത്യൂഹ്യ അവയല്ല അപ്രത്യൂഹ്യ. നേരത്തെ അപത്യൂഹ എന്ന് പറഞ്ഞോത്തോ. അപ്പൊ അത് വാക്കെന്താണ്? അപ്രത്യൂഹ്യ മടക്കി കൊണ്ടുവരാതെയും. അപ്പൊ കൃഷ്ണനെ കൊല്ലാതെയും രുക്മിണിയെ മടക്കി കൊണ്ടുവരാതെയും രുക്മി ചെയ്യുന്ന ശപഥമാണ്. കുണ്ടിനത്തെ ന പ്രവേക്ഷ്യാമി ഞാൻ പ്രവേശിക്കുകയില്ല. ഇത് സത്യം പരമാർത്ഥമെന്ന് വഹ നിങ്ങളോട് ബ്രവീമി പറയുന്നു. അപ്പോൾ രുക്മി ഒരു പ്രതിജ്ഞ എടുക്കുകയാണ്. എന്താണ്? യുദ്ധത്തിൽ കൃഷ്ണനെ കൊല്ലാതെയും രുക്മിണിയെ തിരിച്ചു കൊണ്ടുവരാതെയും ഇനിമേൽ ഞാൻ കുണ്ടിനത്തിൽ പ്രവേശിക്കുകയില്ല. ഇത് സത്യം 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 എന്ന് എല്ലാവരും കേൾക്കെ രുക്മി പറയുകയാണ്. അഹത്വാ സമരേ കൃഷ്ണം അപ്രത്യൂഹ്യ ച രുക്മിണീം കുണ്ടിനം ന പ്രവേക്ഷ്യാമി സത്യമേതത് ബ്രവീമി വഹാം. അപ്പൊ ഇനി എന്ത് സംഭവിച്ചോന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്.